ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള രണ്ടാമത്തെ പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിലുള്ള കാര്യങ്ങൾ കാൽക്കിലുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. എ മുതൽ ജെ വരെ കോളവും 2 റോയുള്ള ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ചില സെല്ലുകളിൽ നമ്പേഴ്സ് അടങ്ങിയിട്ടുണ്ട്, ചില സെല്ലുകളിൽ ബ്ലാങ്ക് ആണ്, ചില സെല്ലുകളിൽ ആൽഫബറ്റ്സ് ഉണ്ട്, ചില സെല്ലുകളിൽ ആൽഫബറ്റും നമ്പേഴ്സും കൂടെയുണ്ട്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻസ്. ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ കണ്ടെത്തണം. ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ നമ്പേഴ്സ് ഓൺലി? ഈ ഒരു റേഞ്ചിൽ നിന്നും A1 മുതൽ J2 വരെയുള്ള ഈ ഒരു റേഞ്ചിൽ എത്ര സെല്ലുകളിലാണ് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത്? സെക്കൻഡ് വൺ, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. നമ്പറുകൾ മാത്രമല്ല, എനി വാല്യൂ അടങ്ങിയിട്ടുള്ള സെല്ലുകളുടെ എണ്ണം എത്ര എന്നാണ് രണ്ടാമത് ചോദിക്കുന്നത്. മൂന്നാമത്, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് 1000. ഈ സെല്ലുകളുടെ വാല്യൂവിൽ 1000-നേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള എത്ര സെല്ലുകളുണ്ട്? ഈ 3 ക്വസ്റ്റ്യനുകളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്കാദ്യം ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യാം. അപ്ലിക്കേഷൻ മെനുവിലൂടെ പോയി ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാൽക്ക് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്തു വരും. ഈ ഫയലിൽ നമ്മൾ നേരത്തെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ആ ഡാറ്റകളെല്ലാം തന്നെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രൊസീജിയർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓപ്പൺ ലിബ്രെ ഓഫീസ് കാൽക്ക്, അപ്ലിക്കേഷൻ, ഓഫീസ് കാൽക്ക്. രണ്ടാമത്തെ പ്രൊസീജിയർ, എൻ്റർ ദ ഗിവൺ ഡീറ്റെയിൽസ് ഇൻ A1 to J2. A1 മുതൽ J2 വരെയുള്ള ആ ഒരു കോളത്തിലാണ് നമ്മളിത് A1 മുതൽ J2 വരെയുള്ള ഇത്രയും സെല്ലുകളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തത്, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി സെൽസ് കണ്ടെയ്ൻസ് നമ്പേഴ്സ് ഓൺലി. A1 മുതൽ J2 വരെയുള്ള ഈ ഒരു സെല്ലുകളിൽ എത്ര സെല്ലുകളിലാണ് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത്? നമുക്ക് ഈ ഒരു റേഞ്ചിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു കളർ ഫില്ല് ചെയ്യുകയാണ്. A1 മുതൽ J2 വരെയുള്ള ഭാഗത്ത് ഞാനൊരു കളർ ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഓരോ സെല്ലുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്കൊരു കോളം വരയ്ക്കാം. ഓക്കെ, എത്ര സെല്ലുകളിലാണ് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത്? അതിനുവേണ്ടി D4-ലാണ് നമ്മൾ ഫോർമുല എൻ്റർ ചെയ്യാൻ പോകുന്നത്. D4-ലാണ് നമ്മൾ ഫോർമുല എൻ്റർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് A1 മുതൽ J2 വരെയുള്ള റേഞ്ചിൽ എത്ര സെല്ലുകളിൽ നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുണ്ട്? അവിടെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. നമ്പേഴ്സ് ഓൺലി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതായത് ഹൗ മെനി സെൽസ് കണ്ടെയ്ൻസ് നമ്പേഴ്സ് ഓൺലി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. CUNT, കൗണ്ട്, ലെഫ്റ്റ് ബ്രാക്കറ്റ് ഇടുക. ദെൻ ഇവിടെ നമുക്ക് നേരത്തെ സമ്മൊക്കെ ചെയ്യുന്നത് പോലെ വാല്യൂ 1, വാല്യൂ 2 എന്നൊക്കെ നമുക്ക് കൊടുക്കാം. അതിന് പകരം നമ്മളിവിടെ നമുക്ക് തന്നിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് A1 മുതൽ J2 വരെയാണ്. അപ്പം നമുക്ക് ആ ഒരു റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. A1 മുതൽ J2 വരെയുള്ള റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. A1 മുതൽ J2 വരെയുള്ള
സെല്ലുകളിൽ ആ ഒരു റേഞ്ചിൽ എത്ര സെല്ലുകളിൽ നമ്പേഴ്സ് മാത്രമുണ്ട് നമുക്കത് എൻറ്റർ ചെയ്യാം. എൻറ്റർ ചെയ്യുന്ന സമയത്ത് 12 സെല്ലുകളിലാണ് നമുക്ക് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല ഇതാണ്. ഈ ഒരു സെൽ കോളത്തിൻ്റെ വലിപ്പം ഞാൻ അല്പം കൂട്ടുകയാണ്. ഒന്നാമത്തതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 12 സെല്ലുകളിലാണ് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത്. അതിൽ ആ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ബി പാർട്ട് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻസ് എനി വാല്യൂ. നമ്പേഴ്സ് മാത്രമല്ല ഏത് വാല്യൂവും ഉള്ള സെല്ലുകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ചെയ്യുന്ന D5ലാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇവിടെ ഞാൻ ഈക്വൽ സൈൻ എടുത്തു. COUNTA കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എവിടെ മുതൽ എവിടം വരെയുള്ള സെല്ലുകളിലുള്ള വാല്യൂസിലാണ് എനി വാല്യൂ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ A1 J2 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. A1 സെമിക്കോളൻ J2 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര സെല്ലുകളിൽ ബ്ലാങ്ക് അല്ലാത്ത വാല്യൂസ് അടങ്ങിയിട്ടുണ്ട്. ഇവിടെ 18ഓളം സെല്ലുകളിൽ എനി വാല്യൂ, അതായത് നമ്പേഴ്സ് ആവാം, ആൽഫബറ്റ്സ് ആവാം, അതല്ലെങ്കിൽ രണ്ടും കൂടിയത് ആവാം. അത്രയും സെല്ലുകളിൽ വാല്യൂസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത് നമ്മളോട് പറയുന്നത് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് 1000. 1000-ൽ കൂടുതൽ എമൗണ്ട് ഉള്ള എത്ര സെല്ലുകളുണ്ട് എന്നുള്ളതാണ് കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ടീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കൗണ്ടീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. COUNTIF കൗണ്ടീഫ് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റ് ഇടുക. എന്നതിന് ശേഷം നമുക്ക് എവിടെയുള്ള വാല്യൂ ആണ് നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കേണ്ടത്. നമുക്കറിയാം A1 മുതൽ J2 വരെയുള്ള ഫംഗ്ഷനാണ്. ദെൻ A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ പരിശോധിച്ചിട്ട് 1000-ൽ കൂടുതൽ വാല്യൂ ഉള്ള എത്ര സെല്ലുകളുണ്ട് എന്നാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. ഞാനിവിടെ റേഞ്ച് സെലക്ട് ചെയ്തു. A1 മുതൽ J2 വരെ കോമ ഇട്ടു. എന്നതിന് ശേഷം നമുക്ക് ക്രൈറ്റീരിയ എൻ്റർ ചെയ്ത് കൊടുക്കണം. ക്രൈറ്റീരിയ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ 1000 ആണ്. ഗ്രേറ്റർ ദാൻ 1000 ഇൻവേർട്ടഡ് കോമ ഞാൻ ക്ലോസ് ചെയ്തു. ദെൻ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ A1 മുതൽ J2 വരെ 1000-ൽ കൂടുതൽ വാല്യൂ ഉള്ള എത്ര സെല്ലുകളുണ്ട് എന്നാണ്. നമുക്കറിയാം ഇവിടെ 1, 2 സെല്ലുകളാണുള്ളത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സെല്ലുകൾ എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ഒന്നാമത് നമ്മളോട് പറഞ്ഞത് A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ എത്ര സെല്ലുകളിൽ നമ്പേഴ്സ് ഓൺലി ഉണ്ട് എന്നുള്ളതാണ്. 12 സെല്ലുകളിലാണ് നമ്പേഴ്സ് മാത്രമുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് അല്ലാത്ത എത്ര സെല്ലുകളുണ്ട് എന്നുള്ളതാണ്. അതായത് എനി വാല്യൂ അടങ്ങിയിട്ടുള്ള എത്ര സെല്ലുകളുണ്ട്. 18 സെല്ലുകളിൽ വാല്യൂ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1000-ന് മുകളിൽ വാല്യൂ ഉള്ള എമൗണ്ട് ഉള്ള എത്ര സെല്ലുകളുണ്ട് എന്നാണ്. 2 സെല്ലുകളാണ് ഉള്ളത്. ഈ ഒരു വീഡിയോയുടെ ക്വസ്റ്റ്യനും അതേപോലെ അതിൻ്റെ പ്രൊസീജിയർ അടങ്ങിയ PDF ഫയലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.